ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പം നമുക്ക് ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് പഠിക്കാനുള്ളത് ഷ്രോഡിഞ്ചർ ടൈം ഇൻഡിപെൻഡൻറ്റ് വേവ് ഇക്വേഷനാണ്. ഷ്രോഡിഞ്ചർ ടൈം ഇൻഡിപെൻഡൻറ്റ് വേവ് ഇക്വേഷൻ, അതല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പൊട്ടൻഷ്യൽ ഇൻ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ എന്നായിരിക്കും. ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഓർ സ്റ്റഡി സ്റ്റേറ്റ് ഇക്വേഷൻ ഇത് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഷ്രോഡിഞ്ചർ ടൈം ഡിപ്പെൻഡൻറ്റ് വേവ് ഇക്വേഷനാണ്. ഓക്കെ, നമുക്കറിയാം ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഹോൾഡ് ചെയ്യുന്നത് ഹോൾഡ് ഗുഡ് ഫോർ മൂവിങ് പാർട്ടിക്കിൾ. ഓക്കെ, ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഹോൾഡ്സ് ഗുഡ് ഫോർ മൂവിങ് പാർട്ടിക്കിൾ ഇൻ എനി ഫീൽഡ് ഓഫ് ഫോഴ്സ് വിത്ത് പൊട്ടൻഷ്യൽ V. അപ്പോൾ മൂവിങ് പാർട്ടിക്കിളിനാണ് ഇത് ഹോൾഡ് ചെയ്യുന്നത്, ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഹോൾഡ് ചെയ്യുന്നത്. ഇനി നമുക്കറിയാം ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ. ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ എനർജിയുടെ ഇക്വേഷന് നമ്മൾക്ക് ½ അതല്ലെങ്കിൽ p²/2m, ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി ഈസ് p²/2m പ്ലസ് V/r നേടാം. ഓക്കെ, then from this equation, in equation number 1, from this equation നമുക്ക് b²/2m എന്ത് കിട്ടും? p²/2m equal to E minus V of r, that is p² equal to 2m into E minus V of r എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ഇത് നമുക്ക് ടോട്ടൽ എനർജിയിൽ നിന്ന് p² കിട്ടിയതാണ്. അങ്ങനെയാണെങ്കിൽ പി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? √2m ഇൻറ്റു E minus V of r. ഓക്കെ, ഇതാണ് ഇക്വേഷൻ നമ്പർ 3. Then wave equation in Cartesian coordinate system. Cartesian coordinate system എന്ന് പറയുന്നത് കോർഡിനേറ്റ് സിസ്റ്റം. നമുക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മുടെ XYZ ആണ് ഉണ്ടാവുക. ഓക്കെ, നമ്മുടെ ആക്സിസ് എന്ന് പറയുന്നത് കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ്? X ആക്സിസ്, Y ആക്സിസ് ആൻഡ് Z ആക്സിസ് ആണ്. അപ്പോൾ വേവ് ഇക്വേഷൻ ഇൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം വി ക്യാൻ റിട്ടൺ ആസ് ∂² ψ/∂x² പ്ലസ് ∂² ψ/∂y² പ്ലസ് ∂² ψ/∂z² ഈക്വൽ ടു 1/v², ∂² ആണ്. ഓക്കെ, ഇനി ഇതിന് നമ്മൾ വൺ ഡയമെൻഷനൽ ആക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് മാത്രം എഴുതിയാൽ മതി? ∂² ψ/∂x² എന്ന് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ഇൻ വൺ ഡയമെൻഷൻ ഇക്വേഷൻ ബിക്കംസ് ∂² ψ/∂x² ഈസ് ഈക്വൽ ടു 1/v², ∂² ψ/∂t². ബാക്കി രണ്ട് കമ്പോണൻസും കോർഡിനേറ്റ്സും നമുക്ക് മാറ്റാം. ഓക്കെ, ദിസ് ഈസ് ദ ഇക്വേഷൻ നമ്പർ 4. Then here psi എന്ന് പറയുന്ന ഹിയർ ദ വേവ് ഫംഗ്ഷൻ psi ഈക്വൽ ടു ψ0 e raised to minus iωt. ψ0 e raised to minus iωt. ഇക്വേഷൻ നമ്പർ 5. ഇവിടെ നമുക്ക് psi കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ വേവ് ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ നമ്മൾ സൈനെ 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് ∂² ψ/∂x² കിട്ടും. എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ. പക്ഷെ ഇവിടെ എക്സ് ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് മാത്രം കണ്ടുപിടിച്ചാൽ മതി? ∂² ψ/∂t². ടി വെച്ച് 2 തവണ സൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ∂² ψ/ഡിഫറൻഷിയേറ്റിംഗ് സൈ വിത്ത് ടി, ആദ്യം നമുക്ക് ∂ψ/∂t കിട്ടും. ∂ψ/∂t എന്ന് പറയുന്നത് എന്താണ്? ∂ψ/∂t ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? നമ്മളെങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? ടി അല്ലാത്ത ടേം -iω ഒരു തവണ എടുത്തെഴുതി, ദെൻ സൈ എഴുതി. വീണ്ടും ഒരു തവണയും കൂടിയും ചെയ്താൽ നമുക്ക് ഇതിനെ സ്ക്വയർ ചെയ്താൽ ∂² ψ/∂t² കിട്ടും. ∂² ψ/∂t² എന്താ കിട്ടുക? -iω ഇൻറ്റു -iω സൈൻ. അപ്പോൾ 2 തവണ ചെയ്യാൻ പറഞ്ഞാൽ e raised to ടി അല്ലാത്ത കോഎഫിഷ്യൻറ്റിന് നമ്മൾ 2 തവണ എടുത്തെഴുതാം. -iω ഇൻറ്റു -iω സൈൻ, ദാറ്റ് ഈസ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് i ഇൻറ്റു i² ω² സൈൻ. അതാണ് ∂² ψ/∂t². ഇക്വേഷൻ നമ്പർ 6. Substitute 6 in 5. നമുക്ക് എന്ത് കിട്ടും? 5 നമുക്ക് psi ഈക്വൽ ടു, ഇതാണ് നമ്മുടെ 5, psi ഈക്വൽ ടു psi 0, 5 സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ 4,
6 in 4. Substitute in 4. നമ്മുടെ ഇക്വേഷൻ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിനെ ഒന്നുകൂടി റിവൈസ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. ആദ്യം നമ്മൾ ടോട്ടൽ എനർജി, കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി കൊടുത്തു. കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയിൽ നിന്ന് നമ്മൾ P² കണ്ടുപിടിച്ച് വെച്ചു. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ടോട്ടൽ എനർജിയുടെ ഇക്വേഷനിൽ നിന്ന് നമ്മൾ P² കണ്ടുപിടിച്ചു. ടോട്ടൽ എനർജിയുടെ ഇക്വേഷനിൽ P² കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ള വേവ് ഇക്വേഷൻ എഴുതി. വേവ് ഇക്വേഷൻ ഇൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. അപ്പോൾ അതാണിത്. ∂2 പ്ലസ് ∂2 പ്ലസ് ∂2 ഈക്വൽ ടു 1/v², ∂2 ഇത് 3 ഡയമെൻഷനലാണ്. ഇത് ഇൻ 3 ഡയമെൻഷനലാണ് നമ്മൾ ഇക്വേഷൻ എഴുതിക്കുന്നത്. അത് എക്സും വൈയും സെഡും കോർഡിനേറ്റ്സ് ഉണ്ട്. അതിനെ നമ്മൾ 1 ഡയമെൻഷനലാക്കി മാറ്റിയാൽ നമ്മുടെ ഇക്വേഷൻ ∂2 ഈക്വൽ ടു 1/v², ∂2 ഓക്കെ. വിക്ക് പകരം നമ്മൾ ന്യൂ ലാംഡ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ നമ്മുടെ വേവ് ഫംഗ്ഷൻ ഈക്വൽ ടു ψ0 e⁻⁻⁰ ആണ്. ഇത് മറക്കരുത്, ഇത് ഓർത്ത് വെക്കണം. നമ്മുടെ ടൈം ഡിപ്പെൻഡൻറ്റിൽ അല്ല, ടൈം ഇൻഡിപെൻഡൻറ്റിലുള്ളത്. ഓക്കെ, ഇപ്പോൾ ഈക്വൽ ടു അതിൽ നിന്ന് നമുക്ക് ∂2 കണ്ടുപിടിക്കാം. ∂2 കണ്ടുപിടിച്ച് നമ്മൾ ഇക്വേഷൻ നമ്പർ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് I²/v² ω² ആണ്. ഇതിൽ I² വാല്യൂ -1 ആണ്. v² പകരം v ഈക്വൽ ടു ന്യൂ ലാംഡ, ω ഈക്വൽ ടു 2πf എന്ന് കൊടുക്കുക. 2πf അല്ലെങ്കിൽ 2πν അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ലാസ്റ്റ് ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ കിട്ടും. ഇക്വേഷൻ നമ്പർ 8 ∂2 ഈക്വൽ ടു -4π²λ². ഇനി നമ്മൾ ഈ λ² കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ എനർജി ഇക്വേഷനിൽ നമ്മൾ P² കണ്ടുപിടിച്ചു. ലാംഡ ഈസ് ഈക്വൽ ടു h/p ആണ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്ത്. λ² ഈസ് ഈക്വൽ ടു h²/p². അപ്പോൾ λ² ഈക്വൽ ടു h² ഡിവൈഡഡ് ബൈ P² പകരം ഇക്വേഷൻ നമ്പർ 2 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് 2m × e−v². അതിവിടെ λ² പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ലാസ്റ്റ് ഇക്വേഷൻ അങ്ങനെ കിട്ടും. ഇതിൽ v(r) ഈസ് ഈക്വൽ ടു 0 ആണ് ഫോർ ഫ്രീ പാർട്ടിക്കിൾ. നമ്മളോട് ചോദിക്കുന്ന ഇക്വേഷൻ ഫോർ ഫ്രീ പാർട്ടിക്കിൾ എന്നായിരിക്കും. അപ്പോൾ നമ്മൾ v(r) ഈക്വൽ ടു 0 കൊടുക്കണം. ഓക്കെ, ദിസ് ഈസ് ദ ടൈം ഇൻഡിപെൻഡൻറ്റ് വേവ് ഇക്വേഷൻ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ കാണുമ്പോൾ തന്നെ നോട്ട് കയ്യിലില്ലെങ്കിൽ നോട്ട് കൂടെ എഴുതി വെക്കാം. എന്നിട്ട് എന്താണ് നമ്മൾ ഏത് സ്റ്റെപ്പാണ് നമ്മൾ ചെയ്തത് എന്നുള്ള ഓർത്ത് വെക്കുക. ഒന്ന് നമ്മൾ ടോട്ടൽ എനർജിയുടെ ഇക്വേഷനിൽ നിന്ന് P² കണ്ടുപിടിച്ചു. ദെൻ അത് കൊണ്ടുവന്ന് നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ഇക്വേഷനിൽ കൊടുത്തിട്ട് നമ്മൾ λ ഈസ് ഈക്വൽ ടു h/p, λ² ഈസ് ഈക്വൽ ടു h²/p² ആണ്. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ P² വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വരുന്ന ഇക്വേഷനാണ് ഇത് നമ്മുടെ ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ. ഓക്കെ, എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് വെച്ചാൽ മനസ്സിലായിട്ടില്ലെങ്കിലോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടോപ്പിക്ക് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിലോ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടിയും അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.